ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റോബോ സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമുക്കൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഔട്ട്പുട്ട് ആയിക്കോട്ടെ ഇൻപുട്ട് ആയിക്കോട്ടെ എങ്ങനെയാണ് നമുക്കൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളൊരു റോബോട്ട് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൺട്രോളർ ടാബിലോട്ട് സെലക്ട് ചെയ്യുക. ഇതിൽ IO സിസ്റ്റം അതുപോലെ തന്നെ കോൺഫിഗറേഷൻ റാപ്പിഡ് ഹോം ഇങ്ങനെ കുറച്ച് ടാബ്സ് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇതിൽ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുക. കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലും നിങ്ങൾക്കൊരു IO സിസ്റ്റം കാണാം. രണ്ട് IO സിസ്റ്റം കാണാം. ഒന്നുകൂടെ IO സിസ്റ്റം ഇവിടെയും കാണാം. ഇത് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സിഗ്നൽസ് ആയിരിക്കും ഇവിടെ വിസിബിൾ ആയിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സിഗ്നൽ ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പുതിയതായിട്ട് ഒരു സിഗ്നൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ നിങ്ങൾ ആദ്യം കോൺഫിഗറേഷനിലോട്ട് പോവുക. IO സിസ്റ്റം ഇതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് കാണാം. ഇതിൽ സിഗ്നൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫ്രീ ആയിരിക്കുന്ന ഒരു സ്പേസിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ന്യൂ സിഗ്നൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാബിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഒരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനൊരു പേര് കൊടുക്കുകയാണ്. ആദ്യം DO എന്ന് ഫസ്റ്റ് കൊടുക്കുന്നു. സോ എനിക്ക് കൺഫ്യൂഷൻസ് ഭാവിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഞാൻ DO കൊടുക്കുന്നു. പേര് കൊടുക്കുന്നത് പിക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് സിഗ്നൽ, അതായത് ഇത് അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ ഗ്രൂപ്പ് ആണോ, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആണ് നമുക്കുള്ളത്. അതിൽ തന്നെ ഡിജിറ്റൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റോബോട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്, അതായത് റോബോട്ട് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിനെയാണ് ഡിജിറ്റൽ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുക. അല്ലെങ്കിൽ സെൻസറുകളിൽ നിന്ന് റോബോട്ടിന് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയാം. ഔട്ട്പുട്ട് ഒരു ആക്ച്വേറ്റർ ആണ്, അതായത് ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്യണം. അത് റോബോട്ട് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. അതുപോലെ തന്നെ ഒരു സെൻസർ, ഒരു പ്രഷർ സെൻസർ ആയിരിക്കും. പ്രഷർ സെൻസർ എന്താ പറയും, പ്രഷർ സെൻസ് ചെയ്തിട്ട് റോബോട്ടിന് കൊടുക്കുന്നു. അത് റോബോട്ട് സ്വീകരിക്കുന്നതിനെയാണ് ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുക. ഞാനിപ്പോൾ ഒരു DO സെലക്ട് ചെയ്യുന്നു. ഇനി അസൈൻ ടു ഡിവൈസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പാനൽ സെപ്പറേറ്റ്, ഇപ്പോൾ ഫിസിക്കൽ സിറ്റുവേഷനിൽ ഒരു പാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു IO പാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാനൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IO ബോർഡ് ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡിവൈസ് മാപ്പിംഗ്, അതായത് അത് എത്രാമത്തെ സ്ലോട്ടിലാണ് അത് അസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മാനുവലി വയറിംഗ് ചെയ്തിരിക്കുന്നതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം 2 എന്ന് കൊടുക്കുകയാണ്. ഇനി ഐഡന്റിഫിക്കേഷൻ ലാബൽ, നിങ്ങൾക്കൂടെ ഐഡന്റിഫിക്കേഷൻ ലാബിൽ കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സിഗ്നൽ ഓൺ ആയതുകൊണ്ട് എന്താണ് റോബോട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇത് മാനുവലി നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിക്ക് കംപ്ലീറ്റഡ് ഓൺ പെല്ലറ്റ്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു കൊടുക്കുകയാണ്. ഇതുകൊണ്ട് എനിക്ക് എന്ത് ഉദ്ദേശിക്കാം, പെല്ലറ്റിന്റെ പിക്ക് എന്ന് പറയുന്ന ഒരു റൂട്ടീൻ കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, SS ലെവൽ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ഉണ്ട്, ഓള് ഡിഫോൾട്ട് റെഡി ഓൺലി എന്നുണ്ട്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ അത് നോർമൽ സിഗ്നൽ ആയിരിക്കും. അത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും, സിമുലേറ്റ് ചെയ്യാൻ പറ്റും. റീഡ് ഓൺലി എന്ന് പറയുമ്പോൾ നമുക്ക്, അതായത് ഒരു യൂസറിന് അത് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ സാധിക്കില്ല. അത് റീഡ് ഓൺലി ആയിരിക്കും. അതൊരു ഇന്റർലോക്ക് പോലെ സെറ്റ് ചെയ്യുക. ഇത് മെയിൻലി ഒരു സേഫ്റ്റി സിഗ്നൽസിനെയാണ് നമ്മൾ റീഡ് ഓൺലി കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഡിഫോൾട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് നോ കൊടുത്താൽ മതി. കാരണം 1 എന്ന് പറയുന്നത് ഓണും ഓഫ്, 0 എന്ന് പറയുന്നത് ഓഫ് ആണ്. സോ അത് ഇൻവെർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്നത് ഓണും 1 എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. സോ കറന്റ്ലി ഓഫ് ആയിരിക്കുമ്പോൾ ഉള്ള വാല്യൂ ആണിത്. ഇവിടെ 0 നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഡിഫോൾട്ട് സേഫ് ലെവൽ സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ദ ചേഞ്ചസ് വിൽ നോട്ട് ടേക്ക് എഫക്ട് അണ്ടിൽ ദി കൺട്രോളർ ഈസ് റീസ്റ്റാർട്ടഡ്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യുക. ഇത് മറക്കരുത്. കാരണം നമ്മളൊരു സിഗ്നൽ ഇങ്ങനെ അസൈൻ ചെയ്താൽ മാത്രം പോരാ, കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുക, നമ്മൾ അസൈൻ ചെയ്ത സിഗ്നൽ അതിലോട്ട് റീഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ കണ്ടോ ഇവിടെ, ഇപ്പോൾ ലിസ്റ്റിൽ നമ്മുടെ സിഗ്നലിവിടെ വിസിബിൾ ആയി. ഓക്കെ, സോ ഞാൻ ഈ IO സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഇവിടെ കാണാൻ പറ്റും, DO പിക്ക് കംപ്ലീറ്റഡ്. സോ ഞാനിപ്പോൾ ഇത് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സോ ഇനി പെൻഡന്റ് എടുത്ത് നോക്കാം നമുക്ക്. പെൻഡന്റിൽ പോവുക, IO സെലക്ട് ചെയ്യുക. അതിന് എതർനെറ്റിൽ പോവുക. സോറി, നിങ്ങളുടെ സിഗ്നൽസിൽ പോവുക. ഫേവറേറ്റ് സിഗ്നൽസ് എന്ന ഓപ്ഷൻ മാറ്റി ഓൾ സിഗ്നൽസ് കൊടുക്കാം നമുക്ക്. കണ്ടോ, DO പിക്ക് കംപ്ലീറ്റഡ്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ഇത് ഓട്ടോ മോഡിൽ ആയതുകൊണ്ടാണ്. മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. സോ ഇവിടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ബൈപ്പാസ് ചെയ്യാനും പറ്റും. ബൈപ്പാസ് ചെയ്യുന്നതാണ് സിമുലേഷൻ. ഇപ്പോൾ ഓൺ ആണെങ്കിൽ പ്രോഗ്രാമിൽ ഓഫ് ആയാൽ പോലും ഇത് ഓൺ തന്നെയായിരിക്കും. അതിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഓഫ് ചെയ്യാം. സോ ഇവിടെ കണ്ടോ, ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ ഇത് ഓണായി, ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ ഇത് ഓഫായി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു റോബോ സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇതേ പ്രോസസ്സാണ് നിങ്ങളൊരു ഫിസിക്കൽ കൺട്രോളറിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക.
ഓക്കെ. സോ ഇതില് മറക്കരുതാത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എന്നാൽ മാത്രമേ ഈ സിഗ്നൽ കൺട്രോളറിൽ വിസിബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ. സോ താങ്ക്സ് ഫോർ യുവർ വാച്ചിങ് ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇത് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.